ഹലോ, ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്നൊന്ന് പറയണേ. അപ്പോൾ നമ്മുടെ കുടിയിലായിട്ട് ഈ സാധനം നിൽക്കുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ക്യാമറയിൽ നോക്കി നടന്നല്ലേ വല്ല പാമ്പിനെയും കയറി ചവിട്ടു. ഇന്നലെ ഞാനിവിടെ ഒരു ചേരേനെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ആ സാധനത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടോ. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ഇത് ദേ ഒരു കുറ്റിച്ചെടിയാട്ടോ. ഇതാണ് കൊട്ടകം എന്ന് പറയും കേട്ടോ. ഇതിന് കൊട്ടകം. ഇത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാവോ? നമ്മൾ ഈ പൊള്ളലൊക്കെ സംഭവിക്കത്തില്ലേ? പൊള്ളലൊക്കെ പറ്റുന്ന സമയത്ത് ഇത് അരയ്ക്കും കേട്ടോ. നന്നായിട്ട് കുറുകുറാന്ന് അരച്ചിട്ട് ഇതിങ്ങനെ ധാര കോരും കേട്ടോ കയ്യിലേക്ക്. അല്ല, എവിടെയാണോ പൊള്ളുന്നത് അവിടെ നമ്മളിങ്ങനെ ധാര കോരുവേ. അപ്പോൾ ഉണ്ടല്ലോ നല്ല ആശ്വാസമായിട്ട് നല്ല തണുപ്പാണ് ഇതിന്. നമ്മൾ ധാര കോരാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ കാടി അരി കഴുകിയ വെള്ളമില്ലേ, അരി കഴുകിയ വെള്ളമോ ഒന്നാമത്തെ ആദ്യം കഴുകുന്ന ആ വെള്ളവും ഈ ഇലയും കൂടി ഇട്ട് അരയ്ക്കണം. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ കയ്യിലേക്ക് കോരി കോരി ഒഴിക്കണം. അരി കഴുകുന്ന വെള്ളം ഇല്ലെങ്കിൽ നല്ല തണുത്ത കഞ്ഞോളം ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ കിളുമ്പാണ് എടുക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ചുമന്ന ഇല കണ്ട് നല്ല തളിര് മൂത്തതെടുക്കരുത്, ഇളം ഇലയെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല തണുപ്പാണ്. ഇതിങ്ങനെ ധാര കോരി കഴിയുമ്പോഴത്തേനും ആ പുകച്ചിലും വേദനയൊക്കെ മാറ്റി തരും കേട്ടോ. ഇതിപ്പോൾ എങ്ങും ഇല്ല കേട്ടോ. ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ വെട്ടി കളയും, തൊഴിലുറപ്പുകാരൊക്കെ ഇങ്ങനെ പണിക്കൊക്കെ നടന്ന് വെട്ടുന്ന കാരണമില്ല. നമുക്ക് ഈ ഒരു കുറ്റി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് നാളിവിടെ ഇങ്ങനെ വെട്ടിയപ്പോൾ ഈ സൈഡിലൊക്കെ നിന്നായിരുന്നു, അതെല്ലാം വെട്ടി അവർ. അപ്പോൾ നമുക്കിനി ഈ ഒരു കുറ്റിയാണ് ഇവിടെ നിൽക്കുന്നത്. അത് നല്ലതായിട്ട് ഇലയുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പൊള്ളുമ്പോൾ ഞങ്ങൾ ഒരിടത്ത് പോയി ഇങ്ങനെ ഇത് പറിച്ചുകൊണ്ട് വരാറുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലുള്ള ഈ തളിരയിലൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഇത് തിന്നുന്നുണ്ട് ഏതാണ്ട് പ്രാണികളൊക്കെ. അപ്പോൾ ഈ കൊട്ടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട് ഉണ്ടാകുന്നൊരു സൈസ് കൊട്ടകം ഉണ്ട് കേട്ടോ. അതിൻ്റെ പഴം തിന്നാൻ പറ്റും. ഇത് അങ്ങനത്തെ അല്ല. ഇത് അങ്ങനെ പഴം ഉണ്ടാകുന്ന കൊട്ടകമല്ല കേട്ടോ. ഇതിന് ഫ്രൂട്ട് ഉണ്ടാകത്തില്ലേ. അപ്പോൾ ഇത് നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ? ഇതിപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞാനിതിൻ്റെ ഫ്രൂട്ടുള്ളതാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. ഇങ്ങനത്തെ ഇത് കണ്ടിട്ടേ ഇല്ലേ. അപ്പോൾ കഴിവതും നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വെട്ടി കളയാതൊക്കെ ഇരിക്കുക കേട്ടോ. കാരണം ഇതുപോലത്തെ മരുന്നുകളൊന്നും ഇന്നിപ്പോൾ കാണാനേ ഇല്ല കേട്ടോ. പൊള്ളലിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ, പോച്ചിലൊക്കെ മാറാനായിട്ട്. അപ്പം നമ്മുടെ വീടുകളിലെ ഒരുപാട് ആയുർവേദ ചിട്ടകളൊക്കെ ഇപ്പം നഷ്ടമാകുന്നുണ്ടല്ലേ. ഇങ്ങനെ നമ്മൾ മരുന്നടിച്ച് കളയുന്നു, അല്ലെങ്കിൽ തൊഴിലുറപ്പുകാരൊക്കെ ഇങ്ങനെ കളയുന്നു. അങ്ങനെ ഒരുപാട് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടല്ലേ. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.